ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്നിപ്പോ പുറത്തു പോകാൻ വേണ്ടി നിൽക്കാണ്. കാരണം ഇപ്പൊ നവരാത്രി ഒക്കെ വരല്ലേ, അപ്പൊ എനിക്ക് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സ്കേർട്ടും ടോപ്പും ഉണ്ട്. അപ്പൊ അതിനെ നമുക്കൊരു നവരാത്രി ഔട്ട്ഫിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് വിചാരിക്കണത്. അത് കൂടാണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഡിസ്കൗണ്ടിൽ 1 മീറ്റർ 2 മീറ്റർ ഒക്കെ ഇങ്ങനെ തുണികൾ കിട്ടില്ലേ, അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ആകുമ്പോൾ ഇനി കുറച്ചും കൂടി സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ എടുക്കാമല്ലോ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രാന്തം കേട്ടോ, ഇങ്ങനെ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ട് പിന്നെ മൂഡ് തോന്നുമ്പോൾ അപ്പൊ സ്റ്റിച്ച് ചെയ്യൊന്നുമില്ല, പിന്നെ മൂഡ് തോന്നുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കും കേട്ടോ. ഉച്ച സമയമാണ്, നല്ല നട്ടപ്ര വെയിലാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ നോക്കട്ടെ. ഞാൻ പുറത്തിറങ്ങുമ്പോൾ UV ഇൻഡെക്സ് എത്രയാന്ന് നോക്കാറുണ്ട്. UV ഇൻഡെക്സ് ഇപ്പൊ ഇതിൽ 12 കേട്ടോ എഴുതിയിട്ടുള്ളത്. 5-നേക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പൊള്ളുന്ന വെയിലാണെന്നുള്ളതാണ്. ബേണിംഗ് ടൈം ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നല്ല നട്ടപ്പുറ വെയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സമയത്ത് വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഷാണ്. നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യും കേട്ടോ. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ സ്കിൻ ബേൺ ആവും എന്നുള്ളത് മാത്രമല്ല, അത് കൂടാണ്ട് ലോങ് റണ്ണിലേക്ക് ഭയങ്കര ടാൻ ആയിരിക്കും. അത് മാറാനും ഭയങ്കര പ്രയാസമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതേ ഒരേ ഒരു വഴിയുള്ളൂ. അതിനായിട്ട് നമുക്ക് ലാക്മി 9 to 5 സൺ എക്സ്പേർട്ട് അക്വാ ജെൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ SPF 50 ഉണ്ട്, അതേപോലെ തന്നെ PA++++ ഉണ്ട്, 4+ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് കണ്ടോ. സൺസ്ക്രീനിൽ നമ്മൾ ഒരു പിശുക്കും കാണിക്കരുത്. അത്യാവശ്യത്തിലധികം എടുത്താലും തെറ്റില്ല എന്നുള്ളതാണ് പറയാ. എന്നാലാണ് നമുക്ക് ആ വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. നല്ല ഹൈഡ്രേഷൻ തരും കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിലുണ്ടല്ലോ 1% ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിനെ ഇത്ര ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നത്. ഈ അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പ. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. എന്ത് പെട്ടെന്നാണ് അല്ലെ ബ്ലെൻഡ് ആവണത്. ഒട്ടും തന്നെ ഒരു ഗ്രീസി ഫീൽ അങ്ങനെയൊന്നുമില്ല, ഒരു ഒട്ടലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SPF 50 ഉണ്ട്, അതേപോലെ തന്നെ PA 4+ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഒട്ടും തന്നെ നമ്മൾ ടാൻ ആവില്ല കേട്ടോ. അപ്പൊ നമ്മൾ മേലും അപ്ലൈ ചെയ്യുക, അതായത് എക്സ്പോസ്ഡ് ആവുന്ന ഭാഗങ്ങളിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല സ്കിന്നിൽ. ഈ സൺസ്ക്രീൻ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയി സ്കിൻ, ആ ഒരു ടെക്സ്ചറാണ് ഇതിന്. നല്ലൊരു ഹൈഡ്രേഷൻ തരുന്നുണ്ട്, എന്നാൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് വേഗം ഇറങ്ങാം. ഒക്കെ പാക്ക് ചെയ്തെടുക്കട്ടെ, തുണികളൊക്കെ എടുക്കാണ്ട് നമുക്ക്. ഇനി നമുക്ക് നോക്കി എടുക്കാനുള്ള തുണിയുണ്ട്, അതിന് മാച്ച് ചെയ്തിട്ട് വേണ്ട നമുക്ക് തുണി എടുക്കാനായിട്ട്. സൺസ്ക്രീൻ നമുക്ക് ബാഗിൽ വെക്കാം, ഇൻ കേസ് നമുക്കൊന്ന് റീഅപ്ലൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിലോ. അത്രയും നേരം നമ്മൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരില്ലേ. അപ്പൊ നമുക്ക് ഇറങ്ങാം. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വേർക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. സൺസ്ക്രീൻ ഒലിക്കേ യാതൊരു തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ലതാ. പോട്ടെ, ഡ്രസ് എടുക്കാം. ലവ് യു, ടേക്ക് കെയർ, ബൈ ബൈ. സൺസ്ക്രീൻ ഇട്ടാലും കോട്ടയും ഗ്ലാസ്സസ് ഒക്കെ വെക്കണം കേട്ടോ. ഈ ഗ്ലാസ് കണ്ടോ, ഇതിങ്ങനെ മാറ്റാൻ പറ്റും. സാധാരണ ഗ്ലാസ് ആണ്, നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗ്ലാസ് ആയി മാറും. പച്ചപ്പരിഷ്കാരി. നമുക്ക് ഓട്ടോയിൽ പോവാട്ടോ. എനിക്ക് പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അവിടെയൊക്കെ ടൗണില്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓട്ടോയിൽ പോവാന്ന്. വണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ ദേ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, മുനിസിപ്പൽ സ്റ്റാൻഡ് അവിടെയുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇക്കത്ത്, അതല്ലെങ്കിൽ കലംകാരി, അതും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അജ്രക് പ്രിൻ്റ്, പിന്നെ കോട്ടൺ മെറ്റീരിയൽ, ഇങ്ങനത്തെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അജ്രക് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ബ്ലൗസിൽ ഓൾറെഡി തന്നെ ഒരു പീസ് പാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്ന് നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് അതിലൊരു കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഇതിന് ദുപ്പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിനൊരു ദുപ്പട്ട എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് തോന്നിയിട്ടോ, കാരണം ഇതിലൊരു ഓറഞ്ച് എലമെൻ്റ് ഉണ്ട്, അതിലൊരു ഓറഞ്ച് ഉണ്ട്, ബ്ലാക്കും കൂടി കോൺട്രാസ്റ്റ് വരുമ്പോൾ നന്നാവും തോന്നുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ദുപ്പട്ടയായിട്ട് ഈ ലുക്കിനെ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ദുപ്പട്ട വെച്ചിട്ട് വേറെ വല്ല ടോപ്പ് തുന്നാനോ
അതല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഹാഫ് സാരി പോലെയോ അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം. ശരിക്കും നമുക്ക് ദുപ്പട്ടയ്ക്ക് വേണ്ട 2.5 മീറ്റർ പ്ലസ് 1/2 മീറ്ററും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അത് കൂടാണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് നോക്കിയപ്പോൾ ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് ഇക്കത്തായിരുന്നു കേട്ടോ. അതല്ല അതിൻ്റെ മീതെ ഫ്ലോറൽ പ്രിൻ്റ് ഉള്ളത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതിനിപ്പോൾ 99 രൂപയായിട്ട് കണ്ടു. പിന്നെയാണ് ഈ ഷോള് കണ്ടത്. ഇത് നമുക്ക് നവരാത്രി സീരീസിന് സ്റ്റൈൽ ചെയ്യാനായിട്ട് നല്ലതാണ്. നമുക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ നവരാത്രി സീരീസ് എന്താ ഒരു ഞാനെൻ്റെ ഇത് പ്രൊഫഷണൽ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് കുറേ നോർത്ത് ഇന്ത്യൻ വ്യൂവേഴ്സിനെ നമുക്ക് ഇതാക്കാൻ പറ്റും, ഇഷ്ടപ്പെടുത്താൻ പറ്റും നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ അവർക്കും കൂടി ഇതാക്കുന്ന രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാമല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാൻ നവരാത്രി സീരീസ് കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു വൈബിനാവണം എന്നില്ല, പക്ഷെ നമുക്കും ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലത്തെ ലുക്സാണ് കേട്ടോ ഞാൻ കൂടുതലും ചെയ്യണത്. അങ്ങനെ പിന്നെ നടന്നു വന്നപ്പോൾ വിചാരിച്ചു ആകാശപാതയിൽ കയറാമെന്ന്. അവിടെ കുറേ കുട്ടികളെ കണ്ടു കേട്ടോ. കൂടുതൽ ഇങ്ങനെ കോളേജ് വിട്ട് വരുന്ന കുട്ടികളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതെനിക്ക് സന്തോഷം തോന്നി. ഇതിങ്ങനെ അങ്ങനെ ഉപയോഗിക്കാണ്ട് അങ്ങനെ പോകുന്നു തോന്നുന്നില്ല. കുറേയൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഈസിയാണ്, ഒരാശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ആ ചൂടത്ത് നടന്നിട്ട് പിന്നെ നമ്മൾ ആ എ സിയിലേക്ക് കയറിയപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കുറേ പേരൊക്കെ നടക്കുന്നുണ്ട്, നല്ലതായിട്ട് എനിക്ക് തോന്നണത്. കൂടുതൽ ആളുകൾ ഉപയോഗിക്കട്ടെ അല്ലേ ഇവിടേക്ക്. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ചെത്തി. ഒരു കുഴപ്പമില്ല കേട്ടോ, ഫേസിന് ടാൻ ആവുക ഒന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെ സ്കിൻ ഓയിലി ആവേ അല്ലെങ്കിൽ ഡ്രൈ ആവേ അല്ലെങ്കിൽ പാച്ചസ് വരിക അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ലാക്മി 9to5 അക്വ ജെൽ സൺസ്ക്രീൻ വിത്ത് SPF 50 PA++++ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ആണ്. ട്രൈ ചെയ്ത് നോക്കൂ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മേടിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ടാണ്. ഇത് നവരാത്രിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് മേടിക്കണം എന്ന ഉദ്ദേശത്തിലല്ല പോയത്, പക്ഷെ അവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ച് 2-3 ലുക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നാളെ ഒരു ദിവസം അതിൻ്റെ പിറ്റേന്നൊക്കെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ട്രാവൽ പോവാണ്. അതിന് മുന്നേ നവരാത്രിയുടെ എല്ലാം ചെയ്ത് തീർത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത് നല്ലതാന്ന് തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് ബ്ലാക്ക് പ്ലെയിൻ സൽവാറിൻ്റെ ഒപ്പമൊക്കെ ഇങ്ങനെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇതിന് 495 രൂപ. അപ്പം ഇങ്ങനത്തെ ഒരു ദുപ്പട്ട മേടിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചാൽ മതി. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ബ്ലാക്ക് സൽവാറിൻ്റെ ഒപ്പവും അതേപോലെ തന്നെ നമ്മൾ ഓണത്തിന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പാവാടിയും അതേപോലെ തന്നെ ബ്ലൗസ്, അതിൻ്റെ ഒപ്പം ബ്ലാക്ക് ധാവണിയായിട്ട്. അപ്പം അതിന് പകരം ഈ ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലൗസിനും സ്കേർട്ടിനും വേണ്ടിയിട്ടുള്ള ഒരു ദുപ്പട്ട. അതും നവരാത്രിക്ക് വേണ്ടിയിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ഞാൻ 3 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ 2.5 മീറ്റർ ദുപ്പട്ടയായിട്ടും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് നോക്കി മേടിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ദുപ്പട്ടയായിട്ടും ഇതിന് ലേസ് വെച്ച് അടിക്കണം നമുക്ക്. ബാക്കി 1/2 മീറ്റർ നമുക്ക് ഇങ്ങനെ സ്ക്വയർ പീസസ് ആക്കി വെട്ടിയെടുത്തിട്ട് പാവാടയുടെ അറ്റത്ത് അവിടെ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അത് കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് നോക്കി ചെയ്യണം. പിന്നെ നമ്മൾ മേടിച്ച മെറ്റീരിയൽ അവിടുത്തെ ഡിസ്കൗണ്ട് സെഷനിൽ മേടിച്ചതാണ് കേട്ടോ. ഇതിന് 99 രൂപ 1 മീറ്ററിന്. അപ്പം ഇത് വെച്ചിട്ട് സുഖമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കുർത്ത ടോപ്പ് അടിക്കാം, സ്ലീവ്ലെസ്. അപ്പം എനിക്കാണെങ്കിൽ സ്ലീവിലുള്ളതും അടിക്കാൻ പറ്റും കേട്ടോ. അതല്ലെങ്കിൽ ഒരു പെപ്ലം ടോപ്പ്, കോട്ടന്റെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പില്ലേ അത് ചെയ്യാം. എന്താ ബേബി? അല്ലെങ്കിൽ എനിക്ക് ടോപ്പ്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ടോപ്പ്. ഇതൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്നത് കേട്ടോ. ഇതും ടോപ്പ് അടിക്കാനായിട്ട് നല്ലതാണ്. ഇതും ഇമ്മക്കുട്ടിക്ക് അടിക്കാൻ പറ്റും. ഇത് 2 മീറ്ററിനെയാണ്. അപ്പൊ എന്താ ഞാൻ വിചാരിച്ചു ഒരു കോട്ട് സെറ്റ് പോലെ അടിക്കാനായിട്ട് നല്ല രസമുണ്ടാവും. ഈ പ്രിന്റ് നല്ല പോപ്പുലർ ആയിട്ടുള്ളതാണ് ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട്. അപ്പോൾ നമുക്ക് പൊക്കം തോന്നിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ല കുറച്ച് വണ്ണം തോന്നിക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇഷ്ടമുള്ള തരത്തിൽ ചെയ്യാവുന്ന. എഗിൻ അടുത്ത് പോകും. എനിക്ക് ഈ പൂക്കളിൽ നല്ല രസമായിട്ട് തോന്നിയിട്ട്. ഇത് 1 മീറ്റർ ആണ്. ഇത് ഡിസ്കൗണ്ട് സെക്ഷനല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് 120 130 ഉണ്ട്. ഇത് അതേപോലെ ഈ ഒരു പാറ്റേൺ. എല്ലാത്തിനും പൂക്കൾ തന്നെയാണ്, കളേഴ്സ് വ്യത്യാസങ്ങളൊന്നേ ഉള്ളൂ. പക്ഷെ അവിടെ വേറെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ടോപ്സ് അടിക്കാവുന്നതാണ്. ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു 70 രൂപ മുതലൊക്കെ കിട്ടും. 50 രൂപ മുതൽക്ക് വരെ കിട്ടും. അത് പക്ഷെ നമ്മൾ എല്ലാ കടയിലും 50 രൂപയ്ക്ക് ഉണ്ടാവുന്നില്ല. ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിട്ട് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ 50 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 1 മീറ്റർ ഇതേപോലെ 50 രൂപയുടെ മേടിച്ചിട്ട് ഒരു ടോപ്പ് തുന്നും. എന്നിട്ട് ബ്ലാക്ക് ലെഗിങ്സ്, അന്ന് അതായിരുന്നല്ലോ പോപ്പുലർ. അപ്പൊ ബ്ലാക്ക് ലെഗിങ്സിനൊപ്പം വേണ്ടി ബ്ലാക്ക് ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോളേജിലേക്കുള്ള ഡ്രസ്സായി. അതാണ് നമുക്ക് തുന്നൽ, ബേസിക് ആയിട്ടുള്ള തുന്നൽ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഡ്രസ്സിലാണ്. ദുപ്പട്ട നമുക്ക് 2.5 മീറ്റർ മതി കേട്ടോ. 2 ധാരാളമാണ്. 2 ഇതിപ്പോ 3 ഉണ്ട് കേട്ടോ. അതിന് പകരം 2.5 ഇത്ര മതി. ഇത്രയും നമുക്ക് ഈ 1/2 മീറ്റർ ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ദുപ്പട്ടയായിട്ട് വരിക.
ഇങ്ങനെ മടക്കാം. ഞാൻ എൻ്റെ ഏകദേശം ഒരു ധാരണയിൽ മടക്കുന്നതാണ് കേട്ടോ. കറക്റ്റ് സ്ക്വയർ വരുമെന്ന് എനിക്കറിയില്ല. That looks more like a rectangle. അതെ, ഇപ്പൊ റെക്ടാങ്കിൾ ആയി. This would be fine, I guess. Yeah, that would be nice. ഞാനിങ്ങനെ എല്ലാം ഒരു മുഖത്തിൽ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ സ്റ്റിച്ചിങ് അത്ര അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ പിന്നെ ചെയ്ത് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടാറുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇത്രയും കാലമായിട്ട് തുന്നുന്നോണ്ടായിരിക്കും. I'm just going to take a look at how square this is. ഞാൻ ശരിക്ക് തുന്നാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ നല്ല കറക്റ്റ് ആയിട്ട് ടോപ്പുകളൊക്കെ തുന്നാൻ തുടങ്ങിയത് ഒരു 20 വയസ്സിലാണ്. ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ സൈഡ് അടിക്കാനും ചെറിയ ചെറിയ ഉടുപ്പുകൾ അങ്ങനെയൊക്കെ തുന്നുമായിരുന്നു. ഇങ്ങനെ ഈ കുർത്ത, അതേപോലെ ഇങ്ങനെ ടോപ്സും ബോട്ടംസും അങ്ങനെയൊക്കെ തുന്നി തുടങ്ങിയത് ഒരു 20 വയസ്സായപ്പോഴാണ്. പിന്നെ എൻ്റെ കല്യാണ സമയത്ത് 22ാമത്തെ വയസ്സിലാണ് ഞാൻ ശരിക്കും ബ്ലൗസസും അങ്ങനെയൊക്കെ തുന്നി തുടങ്ങിയത്. ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ് തോന്നുന്നു. ഇതൊക്കെ അങ്ങനെയാണ് കേട്ടോ, എല്ലാം അങ്ങനെയാണ്. നമ്മുടെ പ്രാക്ടീസിലാണ് എല്ലാം ഇരിക്കുന്നത്, നമ്മുടെ ഹാർഡ് വർക്കിലാണ് എല്ലാം. ടാലന്റ് ഒക്കെ സത്യം പറഞ്ഞാൽ സെക്കൻഡറി ആണ്. എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് പെർഫെക്റ്റ് ആവും. അപ്പൊ ഇതേ നമുക്ക് പാവാടയില് ഇതിൽ ഇങ്ങനെ വെക്കാം അല്ലെ. നമുക്ക് ഇതിന്റെ മീതെ ഇങ്ങനെ മടക്കി Dude, why are you doing that? എടാ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാനോ? ഇങ്ങനെ മടക്കിയിട്ട് ഒരു മടക്കും കൂടി കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഏകദേശം ഒരു ധാരണയിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നോക്കുകയാണ്. അത്യാവശ്യം ഫ്ലെയർ ഉള്ള സ്കേർട്ടാണിത്. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഓണത്തിനും വിഷുവിനും ഒക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ഈ സ്കേർട്ട് ഇങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിന് തുന്നി എടുക്കാൻ പോവാണ്. അവിടെ ഇവിടെയും വെച്ചിട്ട് ആദ്യം അവിടെ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് വിചാരിച്ചു വേണ്ട, താഴെ മാത്രം ഒരു ലൈനായിട്ട് വെച്ചാൽ മതി. സോ ദാറ്റ് ഈ നവരാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ എടുത്ത് മാറ്റാം. നമുക്ക് മാറ്റിയിട്ട് ഒരു ബോർഡർ പോലെ വെക്കുകയാണെങ്കിൽ ഓണത്തിന് സ്റ്റൈൽ ചെയ്യാമല്ലോ. ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ. 2-3 തവണ ഇട്ടിട്ടുണ്ട്, സ്റ്റൈൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഇങ്ങനത്തെ വട്ടുപരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരേ സാധനം തന്നെ, അതായത് ഇപ്പോൾ ഒരു അനാർക്കലി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കല്യാണത്തിന് പോകുമ്പോൾ ഒരു നല്ല ഒരു ഹെവി വർക്കാണ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ അതിനെ പിന്നീട് ഞാൻ ആ മേളിലത്തെ ഭാഗം, യോക്കിൻ്റെ ഭാഗം എടുത്ത് മാറ്റിയിട്ട് സിമ്പിളായിട്ടുള്ള സാധനം അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് വേറെ തരത്തിൽ. അമ്മയ്ക്ക് എന്നെ നല്ലോണം ചീത്ത പറയായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ എന്തിനാ മാറ്റി തുന്നണേ ജസ്റ്റ് ഒരു രസമായിരുന്നു അന്നൊക്കെ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഫുള്ള് താഴെ ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയ്ക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സിൽവർ ത്രെഡ് ഉണ്ടായിരുന്നു. അതിനെ ബോർഡർ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്ത്. ഒരു ചെറിയൊരു ആഡ് ഓൺ, സിമ്പിളാണ് കാണാനായിട്ട്, പക്ഷെ എന്നാലും അതൊരു പെർഫെക്ഷൻ തരാൻ, ഒരു എക്സ്ട്രാ ഭംഗി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒന്നും നമ്മുടെ നവരാത്രി സെലിബ്രേഷൻ അധികമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ കൊച്ചിയിൽ ഇങ്ങനെ ഗർബ നൈറ്റ് ഡാൻസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗോവയിലായിരുന്നപ്പോൾ ഇങ്ങനത്തെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നവരാത്രി സീരീസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിഷ്ടമാണെങ്കിൽ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നവരാത്രി ഫംഗ്ഷൻ വരണമെന്നൊന്നുമില്ല, നമുക്ക് ഇതേപോലെ ഈസിലി ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ഔട്ട്ഫിറ്റ്. നല്ല രസമുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ സ്റ്റൈലിംഗ് ഇത്ര ഹെവി ആയതുകൊണ്ടാണ് കുറച്ച് ഓവറായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവുക. അവിടെ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ കോമൺ ആണ്. ഗോവയിലൊക്കെ ഇതൊക്കെ വളരെ സിമ്പിൾ ലുക്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്ന് പറയാനില്ല, ജസ്റ്റ് ഞാൻ തുണികളൊക്കെ മേടിച്ച് ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ലവ് യു ഓൾ സോ മച്ച്. ബൈ.